എം എ ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയതോടുകൂടി പലതരത്തിലുള്ള സംശയം ഉയരുകയാണ്. അതില് ഒന്ന്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, അതായത് ഏറിയ പങ്കും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് എന്തിനാണ് കപ്പിത്താന്റെ ആവശ്യം? ആ ചോദ്യം ശരിയാണ്. ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ CPM നേടിയിട്ടുള്ള വോട്ട് 1.47%. ഓർക്കണം, ഒരു കാലത്ത് 53 MP-മാരുണ്ടായിരുന്ന പാർട്ടി ഇന്ന് ദേശീയ തലത്തിൽ നേടിയിരിക്കുന്ന വോട്ട് 1.47. ആ പാർട്ടിക്ക് ഇനി ഒരു കപ്പിത്താന്റെ ആവശ്യമുണ്ടോ? അവിടെയാണത് ചോദ്യം പ്രസക്തമാകുന്നത്. ഈ കുളിച്ചില്ലെങ്കിലും മറ്റേ പുരപ്പുറത്ത് കിടക്കണമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചോദിച്ചാൽ പറയും, ഞങ്ങള് മോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ വേണ്ടി, മതഭീകരതയെ എതിർക്കാൻ വേണ്ടി ഞങ്ങള് അങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ ഇവരെ ഈ സൈദ്ധാന്തികന്മാർ വലിയ വാചകമടിച്ച് കീഴടക്കും. അത് CPM-ന്റെ ഒരു പതിവ് ശൈലിയാണ്. പിന്നെ പത്രങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് ബേബിയെ വാഴ്ത്തിക്കൊണ്ടൊക്കെയാണ്. അതായത് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സംശയം ഇത് തന്നെയാണ്, ഇല്ലാതാകുമ്പോൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ? പത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തില് അവർക്ക് എന്തെങ്കിലും എഴുതണ്ടേ? അതിൽ ഒരു പത്രത്തിന്റെ തലക്കെട്ട് നമ്മൾ നോക്കിക്കേ, മലയാള മനോരമയിൽ അത് ക്യാപ്റ്റൻ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ആർക്കായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ള പദവി കൊടുത്തിരുന്നത്? ക്യാപ്റ്റൻ, കപ്പിത്താൻ, കാരണഭൂതൻ, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ കൊണ്ട് അങ്ങ് മൂടിയിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ പിണറായി വിജയന്. ഇപ്പോൾ ഇവിടെ ആ ക്യാപ്റ്റൻ എന്നുള്ള പദം പിണറായിയിൽ നിന്ന് ചോർന്നു പോകുന്നതാണ് കാണുന്നത്. അതിപ്പോ ആർക്ക് കൊടുത്തിരിക്കുന്നു? ബേബിക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും പിണറായിയുടെ അണികളായിട്ട് നിന്നവർ, പിണറായിയിൽ അന്ധമായി വിശ്വസിച്ച് നിന്നവർ ഇനിയും ബേബിയിലേക്ക് ചേക്കേറാൻ പോവുകയാണ് എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനോരമ അറിഞ്ഞുകൊടുത്ത പദപ്രയോഗമാണ് ക്യാപ്റ്റൻ എന്ന്. എന്തായിരുന്നു വീണ ജോർജ് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത്? സർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ഇത് മുങ്ങിത്താഴില്ല. മുങ്ങിത്താണ് കഴിഞ്ഞല്ലോ, പിന്നെ പറയുകയും വേണ്ടല്ലോ. ആ പാർട്ടിയുടെ അമരത്തേക്ക് വന്ന ആളിനാണ് ക്യാപ്റ്റൻ എന്ന് മനോരമ കൊടുത്തിരിക്കുന്നത്. മനോരമ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എം എ ബേബിക്ക് അരിയിട്ട് വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദേശീയ ജനറൽ സെക്രട്ടറി ആക്കണം. അത് മലയാള മനോരമയുടെ ഒരു സ്നേഹമാണ്. അത് ഏത് സ്നേഹമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഇനി അടുത്ത കാര്യം, ഇനിയാണ് ബേബി അങ്ങോട്ട്, ബേബി എന്നുള്ള പദം അത് ആ പേരിൽ മാത്രം നിൽക്കുന്നതാണ്. ഇനി ബേബി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ പോവുകയാണ്. നമ്മുടെ കാരണഭൂതനെ ഒക്കെ തന്നെ ഒന്ന് അമർച്ച ചെയ്തിട്ട് അടങ്ങുകയുള്ളൂ. ഓർക്കുന്നില്ലേ, 2014 എം എ ബേബിയെ കൊണ്ടുപോയി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. ബേബിയുടെ തട്ടകം തന്നെയാണ് കൊല്ലം. അതായത് NK പ്രേമേന്ദ്രൻ RSP, അത് അതിനു മുമ്പ് LDF-ലായിരുന്നു. LDF ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ആ സീറ്റ് RSPയുടെ നിന്ന് വാങ്ങാനുള്ള സർവതന്ത്രവും പയറ്റി നോക്കി. അത് പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ. അത് കൊടുക്കില്ല എന്ന് RSPയും പ്രേമേന്ദ്രനും. കാരണം RSP എന്ന് പറയുന്നത് കൊല്ലം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. പിന്നെ നീണ്ടകര മുതൽ അല്ലെങ്കിൽ കൊല്ലം ചിന്നക്കട മുതൽ നീണ്ടകര വരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണത്. അവരുടെ തട്ടകവും അതാണ്. അത് പോയി കഴിഞ്ഞാൽ അവരുടെ മേൽവിലാസവും തീർന്നു. അത് കൊടുക്കില്ല, അത് തങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് CPM അന്ന് പിടിമുറുക്കിയപ്പോൾ പ്രേമേന്ദ്രൻ AKG സെന്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയി UDF-നകത്ത് ചേർന്നു. UDF ഉടൻ തന്നെ പരവതാനി വിരിച്ചു കൊടുത്തു. പ്രേമേന്ദ്രൻ അന്തസ്സായിട്ടും മത്സരിച്ചു. അതിനെതിരെ നിർത്തിയത് എം എ ബേബി ആയിരുന്നു. എം എ ബേബിയായി നിന്ന് എം എ ബേബിയെ ഒതുക്കാൻ വേണ്ടി പിണറായി വിജയൻ എടുത്തതാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് ഒതുക്കണം, ഒന്നുകിൽ ജയിച്ചങ്ങ് പോകും,
അല്ലെങ്കിൽ തോറ്റാൽ ആ തോറ്റ് ഒരിടത്ത് ഇരുത്തും. ഇപ്പൊ കണ്ടില്ല, ഐസക്കിനെ ഒരിടത്ത് ഇരുത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ബേബിയെ കൊണ്ടുപോയി അവിടെ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ കൊല്ലത്ത് ചെന്നു NK പ്രേമചന്ദ്രനെതിരെ പ്രസംഗം കടുപ്പിച്ചു. എന്നിട്ട് കടുപ്പിച്ച് പിണറായി അല്ലേ, അദ്ദേഹത്തിന്റെ പദങ്ങളുണ്ട് കേട്ടോ, നമുക്കറിയാവുന്നതല്ലേ. കുലംകുത്തി, നികൃഷ്ടജീവി, ഇങ്ങനെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ പിണറായി നടത്തിയിട്ടുണ്ട്. പ്രേമചന്ദ്രനെതിരെ ഒരു പദപ്രയോഗം നടത്തി, പരനാറി എന്നുള്ള പദപ്രയോഗം. ഈ പരനാറി എന്ന് പ്രേമചന്ദ്രനെയാണ് വിളിച്ചതെങ്കിലും അതിന്റെ ഗുണഭോക്താവായി മാറിയത് പ്രേമചന്ദ്രൻ തന്നെയാണ്. ജനങ്ങൾ അതങ്ങ് ഏറ്റെടുത്തു, പ്രേമചന്ദ്രനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു. പരനാറി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബേബിയെ തോപ്പിക്കാൻ തന്നെയാണ്. ഈ പരനാറി പ്രയോഗം 19 ആവർത്തിച്ചു. അന്ന് അവിടെ ചെന്ന് പ്രയോഗിച്ചത് 19 ബാലഗോപാലാണ് മത്സരിച്ചത്. അന്നും പത്രക്കാർ ഇതൊന്നും വിട്ടിട്ടില്ല. പത്രക്കാർ ചോദിച്ചു, പരനാറി തന്നെയാണല്ലോ വീണ്ടും മത്സരിക്കുന്നത്. അതെ, പരനാറി എന്നും പരനാറി തന്നെ എന്ന് ആവർത്തിക്കുകയും ചെയ്തു. പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിച്ചു, 24-ലും വർദ്ധിച്ചു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുപോലെ ഒരു മികച്ച MP അവിടെയുള്ള വോട്ടർമാർ കണ്ടിട്ടില്ല. 24-ലെ തെരഞ്ഞെടുപ്പില് പ്രേമേന്ദ്രനെ എതിരിടാനായിട്ട് കൊണ്ടു നിർത്തിയത് നമുക്കറിയാം, മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെയാണ്. എന്തിനു കൊള്ളാം, വെറും ചാവേറായി പോയി അവിടെ. അങ്ങനെ പ്രേമേന്ദ്രന്റെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ആർക്കും 100 നാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയൻ, കൊല്ലത്തിന്റെ ചിത്രം തന്നെ മാറ്റിക്കളഞ്ഞു അദ്ദേഹം 3 തവണയായിട്ട്. മറ്റു ചില MP-മാരുമായിട്ട് താരതമ്യം ചെയ്യണം. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ടല്ലോ, ഒരു എടുപ്പ് കുതിര മാതിരി ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ശശി തരൂര്. എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം? രണ്ടുപേരും UDF-ന്റെ ആൾക്കാരായിട്ടാണ് പാർലമെന്റിൽ പോയിരിക്കുന്നത്. ഇദ്ദേഹം വല്ലപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് എഴുന്നേറ്റ് നിന്നത് വായിക്കും, എന്നിട്ട് കൈയടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രേമേന്ദ്രൻ അതൊന്നുമല്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് ഈ പരനാറി പ്രയോഗം നടത്തി അങ്ങനെ ബേബിയെ ഒതുക്കിയത് ബേബിക്ക് ഇപ്പോഴും അതിൽ നെഞ്ചിൽ ഇങ്ങനെ കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയും അറിയേണ്ടതായ കാര്യം, ഇപ്പോൾ MA പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ പിണറായി വിജയനെയും മകളെയും ഒക്കെ കുറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അത് പാർട്ടിയെ തകർക്കാനാണെന്നുള്ളത്. അതൊക്കെ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിയുടെ കർത്തവ്യം കൂടിയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ത് കൊലക്കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ പോലും സംരക്ഷിച്ച് നിർത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടൊരു പാർട്ടിയുടെ, ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് MA ബേബി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇനിയാണ് ബേബി കളത്തിൽ ഇറങ്ങി കളിക്കാൻ പോകുന്ന, അങ്ങ് നിറഞ്ഞു നിന്നാടാൻ പോവുകയാണ് ബേബി. എന്തായിരിക്കും? പിണറായിയുടെ കാലം കഴിയാൻ പോവുകയാണ്, പിണറായി യുഗം അവസാനിക്കാൻ പോവുകയാണ്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖം, ഈ 3ാം വട്ടവും തുടർഭരണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി വന്നിരിക്കുന്ന ആൾ എന്താ പറയുക? തുടർഭരണം ഉണ്ടാകും. അടുത്ത ചോദ്യം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ? അതിൽ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്നാണ് ബേബി ചോദിച്ചത്. അതിനകത്ത് കാര്യമുണ്ട്, വായിച്ചെടുക്കണം. സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ പാർട്ടി തീർച്ചപ്പെടുത്തും. പിണറായിയുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മരുമകനെ മറ്റേ സെൻട്രൽ കമ്മിറ്റിയിൽ കൊണ്ടുവരാനും നോക്കി, അതും പാളിപ്പോയി. അങ്ങനെ പിണറായിയുടെ തകർച്ചയുടെ തുടക്കമായിരുന്നു 24ാം പാർട്ടി കോൺഗ്രസിൽ കണ്ടത്. ഇനിയും ബേബി അങ്ങോട്ട് നിറഞ്ഞാടാൻ പോവുകയാണ്. അതായിരിക്കും നമുക്ക് കേരളം കാണാൻ പോകുന്നത്. ലാൽ സലാം.